എന്റെ മുന്നിലൂടെയല്ലേ ഇറങ്ങിപ്പോയത്. ഒരാള് പോലും ഒന്നും ചെയ്തില്ലല്ലോ, ഒരാള് പോലും കണ്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതല്ലേടാ പടച്ചറപ്പിനെ വിശ്വസിക്കുന്നവന് പടച്ചറപ്പ് കൊടുക്കുന്ന സഹായമതാ. അള്ളാനെ പേടിച്ച് ജീവിച്ച പടച്ചറപ്പ് പിന്നെ നമ്മളെ കൈവിടൂലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ യാ റസൂലല്ലാഹ് ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ചുമലിൽ കേറി നബിയേ, അങ്ങ് നടക്കണ്ട, അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ചുമലിൽ കേറാറ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, അബൂബക്കർ എല്ലാവരും പോകുന്ന വഴിയിലൂടെ നീ പോകണ്ട, എതിരെയുള്ള വഴിയിലാണ് നടക്കാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലേറ്റിയിട്ട് അബൂബക്കർ തങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നടന്നുപോയി. അവസാനം ശത്രുക്കൾ അപ്പോഴാണ് അറിയുന്നത്, അവര് തിരഞ്ഞു വരാൻ തുടങ്ങി. എനിക്കും നിങ്ങൾക്ക് ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ അവസാനമല്ലാ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, കുടിക്കാൻ വെള്ളമില്ലല്ലോ. അല്ലാഹുവേ, അപ്പോഴല്ലേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ ഒരു സഹാബിയെ കണ്ടത്. അവിടുന്ന് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പടച്ചവനെ അതാ ഒരു ചെറിയ ആട്ടിൻകുട്ടി, അല്ലാഹുവേ പാലില്ലാത്ത ഒരാട്ടിൻകുട്ടി. അല്ലാഹുവേ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു കറുക്കാർ. ആടിന്റെ ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ അകിടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാല് കൊടുത്ത ചരിത്രമൊക്കെ അറിയുമല്ലോ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ ആ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോ അതാ ശത്രുക്കൾ അതാ ഗുഹയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാറ്, അബൂബക്കർ ഞങ്ങളെ കൊല്ലാറ്. ശത്രുക്കൾ മുഴുവനും അതാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമ്പോ അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുകയാ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുമ്പോ അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്, അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അബൂബക്കർ എന്തിനാ നീ പേടിക്കുന്നത്? നബിയേ, അവരെങ്ങാണം അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ, അവരുടെ കണ്ണെങ്ങാണമൊന്ന് താഴ്ന്നാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബി പറഞ്ഞത്, അബൂബക്കറേ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈമാനുള്ള മുസ്ലിമേ, ഈമാനുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അവന്മാരുടെ കണ്ണ് കാലിലേക്ക് നോക്കണമെങ്കിൽ അല്ലാഹു വിചാരിക്കാതെ, അല്ലാഹു തീരുമാനിക്കാതെ അവർക്കതിന് കഴിയില്ലല്ലോ. അബൂബക്കറെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ പേടിച്ച് വിറച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ പടച്ചതും അല്ലയല്ലേ, മുടിയെ പടച്ചതും അല്ലയല്ലേ, സർവരെ പടച്ചതും അല്ലയല്ലേ, എല്ലാവരുടെ കാര്യം തീരുമാനിക്കുന്നതും അല്ലയല്ലേ, പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നിന്റെ ഈമാൻ അളക്കാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചിന്തിക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം